പോസ്റ്റ് ഡെലിവറി കഴിഞ്ഞവർ കാണാം, എപ്പിസോഡമി ചെയ്തവർ കാണാം. അപ്പോൾ വജൈനൽ സെൻസേഷൻ കുറയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആ സെൻസേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈസ്ട്രജൻ ക്രീം യൂസ് ചെയ്യാം. പിന്നെ ഉള്ളതാണ് എങ്ങനെയാണ് നമുക്ക് മൂഡ് എലിവേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഈ സെക്ഷുവൽ ട്രാൻസ്മിറ്റഡ് ഡിസീസ് ആദ്യം നമുക്ക് ജെനൈറ്റൽ ഏരിയയിൽ ആയിരിക്കും ഉണ്ടാകുന്നത്. അതിന് ശേഷം ലിവറിനെ, ഹാർട്ടിനെ എല്ലാത്തിനെയും ബാധിക്കും. ഇപ്പം കിട്ടുന്ന ഞങ്ങൾക്ക് ഒരു ഫൈനൽ സ്റ്റേജിലാണ്. ആദ്യമേ ഇത് റെക്ടിഫൈ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ട്രീറ്റ് ചെയ്യാം. അത് റെക്ടിഫൈ ചെയ്യാൻ നമുക്ക് ടെസ്റ്റുകളുണ്ട്. സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് ഒക്കെ ഇപ്പോൾ വളരെ കോമൺ ആണ്. അപ്പോൾ ശരിക്കും ആരെടുത്ത് പോയിട്ടാണ് ഈ ട്രീറ്റ്മെൻറ്റ് എടുക്കുക? ഇത് സ്കിന്നിൽ പെട്ടതാണോ? ഇത് ഒരുപാട് പേർക്കുള്ള സംശയമാണ്. നമുക്ക് എന്തായാലും ഇന്ന് നമ്മുടെ കൂടെ ഡോക്ടർ ഷിബു മുഹമ്മദ് ഉണ്ട്, ഫേഷ്യ സ്കിൻ ക്ലിനിക്കിലെ. നമുക്ക് ഡോക്ടറോട് ചോദിക്കാം എന്താണത്. ഓക്കെ, സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ട്രീറ്റ് ചെയ്യുന്നത് ഡെർമറ്റോളജിസ്റ്റ് ആണ്, സ്കിൻ സ്പെഷ്യലിസ്റ്റ് ആണ് ട്രീറ്റ് ചെയ്യുന്നത്. അത് ഞങ്ങളുടെ ഒരു പാർട്ട് ഓഫ് സ്റ്റഡീസിലുള്ളതാണ്. ഓക്കെ, അതൊരു സെപ്പറേറ്റ് വിങ് ആയിട്ട് നമ്മൾ പഠിക്കുന്നതാണ് PG ലൈഫിൽ. ഡോക്ടർ, ഇപ്പോൾ ഈ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് അത് എന്തൊക്കെയാണ്, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ എന്താണ്? ഓക്കെ, നമ്മൾ കോമൺ ആയിട്ട് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് കണ്ടുവരുന്നത് HIV, എയ്ഡ്സ്, സിഫിലിസ്, പിന്നെ ഗൊണേറിയ, കൂടുതലായിട്ട് നമ്മൾ കണ്ടുവരുന്നത് ഹെർപ്പസ്, ഹെപ്പറ്റൈറ്റിസ്. ഇത് 3-4 ഡിസീസാണ് കോമൺ ആയിട്ട് കണ്ടുവരുന്നത്. ഡോക്ടർ, ഇപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ ഇടയ്ക്ക് ഇത് ഭയങ്കര കോമൺ ആയിട്ടുള്ള ഒരു ഡിസീസ് പോലെയാണോ? ഈ സാധാരണ സെക്ഷലി ട്രാൻസ്മിറ്റേഴ്സ് വരുന്നത് മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ് ഉള്ളവർക്ക് ആണ്. മെയിലിനായാലും ഫീമെയിലും മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ് ഉള്ളവർക്കാണ് നമുക്ക് ഈ പലതരം സെക്ഷലി ട്രാൻസ്മിറ്റ് വരുന്നത്. കോമൺ ആയിട്ടൊരു ഹസ്ബൻഡും വൈഫുമായിട്ട് വരുന്നത് ഫംഗൽ ഇൻഫെക്ഷൻ വരാം. വൈറ്റ് ഡിസ്ചാർജ് പെർ വജൈനയാണ് സ്ത്രീകൾക്ക് വരുന്നത്. അത് കാൻഡിഡിയാസ് എന്ന് പറയും. അത് വളരെ കോമൺ ആണ്. നമ്മൾ പോസ്റ്റ് മെൻസ്ട്രൽ പീരീഡിലോ പ്രീ മെൻസ്ട്രൽ പീരീഡിലോ ഒക്കെ കണ്ടുവരുന്നതാണ്. അത് നമുക്ക് ഒരു ഗൈനക്കോളജിസ്റ്റിനും ട്രീറ്റ് ചെയ്യാം, ഒരു ഡെർമറ്റോളജിസ്റ്റിനും ട്രീറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. അത് വളരെ സിമ്പിളായിട്ടുണ്ട്, വളരെ കോമൺ ആണ് ഹസ്ബൻഡ് ആൻഡ് വൈഫിൽ. അതിന് ടെൻഷൻ എടുക്കേണ്ട ആവശ്യമേ ഇല്ല. ഡോക്ടർ, ഇപ്പോൾ നമ്മുടെ ഈ കൊച്ചിയിലാണ് സർവേ ഒക്കെ നോക്കുമ്പോഴത്തേന് ഏറ്റവും കൂടുതൽ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് ഒക്കെ ഉള്ളത്. വാട്ട് ഡു യു തിങ്ക് ഇസ് ദ റീസൺ ഫോർ ഇറ്റ്? നമ്മൾ ഇത് കണ്ടുവരുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, എസ്പെഷ്യലി ഹസ്ബൻഡ് ആൻഡ് വൈഫിൽ എക്സ്ട്രാ മെൻസ്ട്രൽ അഫെയർസ് വളരെ കോമൺ ആണ്. എന്തുകൊണ്ടാണ് എന്നുള്ളതെന്ന് പറയുന്നത്, ആഫ്റ്റർ മാരേജ് രണ്ടുപേരും 2 തരത്തിൽ ചേഞ്ച് ആവുകയാണ്. ഒരു സ്ത്രീ പ്രസവശേഷം ഒരു അമ്മയിലോട്ട് ചേഞ്ച് ചെയ്യുന്നു. ഹസ്ബൻഡ് ബിസിനസ്സും ബാക്കിയുള്ള ഫ്രണ്ട്സും കാര്യങ്ങളുമായിട്ട് പോകുന്നു. ഇതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടുവരാനുള്ള റീസൺ. പിന്നെന്ന് പറഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദ മെൻ അഡിക്റ്റഡ് ടു ആൽക്കഹോൾ. കണ്ടമാനം ആൽക്കഹോൾ അഡിക്റ്റഡ് ആണ്. അവിടെ എറക്റ്റൈൽ ഡിസ്ഫങ്ഷനും ഉണ്ടാകാറുണ്ട്. അവരത് പറയുന്നില്ലെന്നേ ഉള്ളൂ. ഫീമെയിൽസ് അവർക്ക് ഹസ്ബൻഡുമായിട്ട് സ്പെൻഡ് ചെയ്യാനുള്ള ടൈമും കാണുന്നില്ല. സോ ഫാമിലി ലൈഫിൽ നമ്മൾ കണ്ടുവരുന്ന ഇപ്പം നമ്മൾ കൂടുതലും കണ്ടുവരുന്നത് എക്സ്ട്രാ മെൻസ്ട്രൽ അഫെയർ ഫാമിലി ലൈഫിലും ഉണ്ട്. കൂടാതെ ഇപ്പോഴത്തെ ഒരു ടീനേജിൽ മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ് വളരെ കോമൺ ആണ്. അവർ പ്രിക്കോഷൻസ് ഒന്നും എടുക്കാറുമില്ല. ഡോക്ടർ, നമ്മുടെ ഇപ്പോൾ ഈ ന്യൂ ജനറേഷൻ്റെ ഇടയിൽ, അതായത് കിഡ്സ് എന്നൊക്കെ പറയുന്ന ആ ഒരു ജനറേഷൻ്റെ ഇടയിൽ ഇപ്പം അവർക്കിപ്പോൾ അതൊരു ട്രെൻഡായിട്ട് മാറിയേക്കുക. മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ് ഉണ്ടെങ്കിലും അപ്പം അവരതൊക്കെ ഒരു ഭയങ്കര നോർമലായിട്ട് എടുക്കുന്നത്. അത് പക്ഷേ ഇങ്ങനെയുള്ള അസുഖങ്ങൾ അവരറിയാതെയല്ലേ അവർ സ്പ്രെഡ് ചെയ്യുന്നത്. ഇപ്പം STD ആണെങ്കിലും HIV ആണെങ്കിലും. പണ്ട് നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ HIV എന്ന് പറയുമ്പോൾ നമുക്ക് പേടിയായിരുന്നു. ഇപ്പം ദേ ആർ നോട്ട് ബോതേർഡ്. അങ്ങനെ ഒരു സീനല്ലേ ഇപ്പം നടക്കുന്നത്. ഇപ്പം ഇവരൊക്കെ വിചാരിക്കുന്ന ഇപ്പോഴും HIV-ക്ക് ഫൈനൽ ട്രീറ്റ്മെൻറ്റ് ഉണ്ടെന്നാണ്. നോ ഫൈനൽ ട്രീറ്റ്മെൻറ്റ്. ആൻറ്റിവൈറൽ ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. നമുക്ക് കുറച്ചു കാലം കൂടെയും ജീവിച്ചു പോകാം, അത്രയേ ഉള്ളൂ. ഓക്കെ. സെക്കൻഡ് തിങ്, സിഫിലിസ് എന്ന് പറയുന്നത് എന്തുവാണ്? സിഫിലിസ് എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു ഡിസീസ് നമ്മൾ കണ്ടുവരുന്നതാണ് ഇപ്പം. അതായത് നമുക്ക് വൈറ്റ് ഡിസ്ചാർജ് പെർ വജൈന വരും. അത് കഴിഞ്ഞിട്ട് മെയിൽസിനായാലും വൈറ്റ് ഡിസ്ചാർജ് വരും. അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്കിന്നിൻ്റെ ചുറ്റിനും കുരുക്കളുണ്ടാവും. ഓക്കെ, പസ് ഡിസ്ചാർജ് ഉണ്ടാവും. ഇത് മെയിനായിട്ടുള്ള ഓർഗൻസിനെ ബാധിക്കും. ഈ സെക്ഷുവൽ ട്രാൻസ്മിറ്റഡ് ഡിസീസ് ആദ്യം നമുക്ക് ജെനൈറ്റൽ ഏരിയയിൽ ആയിരിക്കും ഉണ്ടാകുന്നത്. അതിന് ശേഷം നമ്മുടെ ലിവറിനെ, ഹാർട്ടിനെ എല്ലാത്തിനെയും ബാധിക്കാം. സിഫിലിസ്, ഹെപ്പറ്റൈറ്റിസ് B, ഓൾ ദി സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ഇപ്പം കിട്ടുന്ന ഞങ്ങൾക്ക് ഒരു ഫൈനൽ സ്റ്റേജിലാണ്. ആദ്യമേ ഇത് റെക്ടിഫൈ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ട്രീറ്റ് ചെയ്യാം. അത് റെക്ടിഫൈ ചെയ്യാൻ നമുക്ക് ടെസ്റ്റുകളുണ്ട്. സ്ക്രീനിങ് ടെസ്റ്റ് എന്നാണ് പറയുന്നത്. അതിപ്പോൾ നമ്മളിപ്പോൾ ഒരു ഫോറിൻ കൺട്രിയിൽ വിസ മെഡിക്കൽ ചെയ്യുമ്പം സ്ക്രീനിങ് ടെസ്റ്റ് പോലെ HIV, ഹെപ്പറ്റൈറ്റിസ് B, സിഫിലിസ്, അതിനെല്ലാം ടെസ്റ്റുകളുണ്ട്. VDRL, സിഫിലിസിന്, ഹെപ്പറ്റൈറ്റിസ് Bക്ക് അതിൻ്റെതായ ടെസ്റ്റുകളുണ്ട്. അത് നമുക്ക് ഒരു 6 മാസം കൂടുമ്പോൾ ചെയ്ത് നോക്കാം.
അത് നമുക്കറിയാൻ പറ്റും നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഈ ന്യൂ ജനറേഷൻ ഉള്ളതെന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഐ വോണ്ട് ടു ടെൽ ടു ദ ന്യൂ ജനറേഷൻ വി ഷുഡ് ഹാവ് എ സെൽഫ് റെസ്പെക്ട് ടു അവർ ബോഡി. യു അണ്ടർസ്റ്റുഡ്? നമുക്കൊരു സെൽഫ് റെസ്പെക്റ്റ് വേണം നമ്മുടെ ബോഡിയോട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ്. ഇപ്പം പണ്ടുള്ളവരൊക്കെയാണെങ്കിൽ ആ ഒരു സെൽഫ് റെസ്പെക്റ്റ് കഴിഞ്ഞോളൂ. ഇപ്പോൾ ആ ഒരു സെൽഫ് റെസ്പെക്റ്റ് ബോഡിയോടില്ല. If you have a self-respect to your body, you will clearly have one partner and you will live a good life. You understood? ഇത് വളരെ എല്ലാ പുതിയ ജനറേഷൻസിനും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് സെൽഫ് റെസ്പെക്റ്റ്. യു ഗോട്ട് ഇറ്റ്. സെക്കൻഡ് തിങ്, ഇപ്പം അതിപ്പോൾ ഓരോരുത്തരും ഇൻഡിവിജ്വൽ ചോയ്സ് ആയിരിക്കാം. ഒരു പാർട്ട്ണർ കഴിഞ്ഞ് വേറൊരു പാർട്ട്ണർ ആകുക. പക്ഷേ നമുക്കൊരു കൺട്രോൾ വേണം, സെൽഫ് ഡിസിപ്ലിൻ വേണം ലൈഫിൽ. അല്ലെങ്കിൽ പിന്നെ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ വി ഹ്യൂമൻ ബീയിങ്സ് ആൻഡ് ആനിമൽസ്? ഇറ്റ് ഈസ് ദ സെയിം. യു ഗോട്ട് ഇറ്റ്. ദെൻ ഇപ്പം കുട്ടികളിൽ, അതായത് ഒരു 18 to 23 years അവരെവിടെയെങ്കിലും പോകാൻ നേരത്തെ സ്ക്രീനിങ് ടെസ്റ്റ് എടുത്ത് ഞങ്ങൾക്ക് വരുമ്പോഴായിരിക്കും അവർക്ക് ഈ അസുഖം ഉണ്ടെന്ന് പറഞ്ഞ് പിന്നെ പോകാൻ പറ്റത്തില്ല. അപ്പം ഒരു 3-4 വർഷം കഴിഞ്ഞു പിന്നെ ട്രീറ്റ് ചെയ്യാനും വളരെ ബുദ്ധിമുട്ടാണ്. ബാക്കിയുള്ള സെക്ഷൽ ട്രാൻസ്മിറ്റഡ് ഡിസീസ് ട്രീറ്റ് ചെയ്യാനും ബുദ്ധിമുട്ടാണ്. അപ്പം മേജർ ഓർഗൻസിനെ ബാധിച്ചു കഴിയും 4-5 കൊല്ലം കൊണ്ട്. യു ഗോട്ട് ഇറ്റ്. ഇത് ഇപ്പോഴും ആർക്കും അറിയത്തില്ല, ഇതിനെപ്പറ്റി ക്ലാസ്സുകളുമില്ല. ബിഫോർ മാരേജ് ദേ വിൽ ടേക്ക് ക്ലാസ്സസ് ഫോർ ഓൾ ദിസ്. ഐ തിങ്ക് ഇപ്പം അത് നമ്മുടെ ഇവിടെ കുറവുകളാണ് ക്ലാസ്സുകൾ. ബിഫോർ മാരേജ് ഒരു കൗൺസിലിംഗ് കൊടുക്കുന്നതൊക്കെ വളരെ കുറവാണ്. കൗൺസിലിംഗ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ചിൽഡ്രൻസ് above 18 years. I feel they are children 18 to above 8. They need a counseling about all this. പിന്നെ പുതിയ ജനറേഷനിൽ കൂടുതലും നമ്മൾ കണ്ടുവരുന്നതാണ് ഡ്രഗ്സ്. വെരി കോമൺ. കാരണം അവർ നൈറ്റിൽ വർക്ക് ചെയ്യുന്നു, അവർ എന്ത് ചെയ്യുന്നതെന്ന് നമുക്കറിയുന്നില്ല. അപ്പം എവറി പേരൻസ് ടു ഹാവ് എ ലുക്ക് ഓൺ ദ ചിൽഡ്രൻ. വൺസ് യു ഗെറ്റ് അഡിക്റ്റഡ് ടു എനി ഓഫ് ദിസ് ഡ്രഗ്സ്, ലൈഫ് ലോങ് യു ആർ അഡിക്റ്റഡ്. അതിൽ നിന്ന് മാറ്റിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സോ നമ്മളെ പിള്ളേരെ നമ്മളാണ് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പം നമ്മുടെ ബ്രദേഴ്സാണ്, സിസ്റ്റേഴ്സാണ്, വി ഹാവ് ടു ടേക്ക് കെയർ ഓഫ് ദം. ഈ ഒരു കാര്യത്തിൽ എസ്പെഷ്യലി കൂടുതലും മൾട്ടിപ്പിൾ എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഇതെല്ലാം വരുന്നത് മൈൻഡ് സ്റ്റേബിൾ അല്ല. ആ മൈൻഡ് എന്തിനെങ്കിലും അഡിക്റ്റഡ് ആകുമ്പോൾ മാത്രമാണ് ഇങ്ങനെയൊക്കെ ആൾക്കാർ പോകാനുള്ള ചാൻസസ് കൂടുതലുണ്ടാകുന്നത്. നമുക്ക് ഇതിന് എന്തെങ്കിലും ട്രീറ്റ്മെന്റ്സ് ഉണ്ടോ STDക്ക്? യെസ്, ഓക്കെ. ഇപ്പം HIV നമുക്ക് ട്രീറ്റ്മെൻറ്റ് ഉണ്ട്, കൺട്രോൾ ചെയ്യുന്നിടത്ത്. നമുക്ക് അതിൻ്റെ സിംറ്റംസിനെ ട്രീറ്റ് ചെയ്യാനേ പറ്റത്തുള്ളൂ. ഓറൽ ആൻറ്റിബയോട്ടിക് കുറച്ച് കാലമെങ്കിലും ജീവിക്കാം. വേറാസ് സിഫിലിസ്, ഹെപ്പറ്റൈറ്റിസ് ബി, ഹെർപ്പസ് ഇതിനൊക്കെ കംപ്ലീറ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. അത് നമുക്ക് ട്രീറ്റ് ചെയ്ത് മാറ്റിയെടുക്കാവുന്നേ ഉള്ളൂ. പക്ഷേ നമ്മൾ ബ്ലഡിൽ അത് കിടക്കും. ഏത് വൈറസ് നമ്മുടെ ബ്ലഡിൽ കിടക്കും. കംപ്ലീറ്റ് നമുക്കൊരു വൈറസിനെ ഇല്ലാതാക്കാൻ പറ്റുകയില്ല. ഇപ്പം സിംറ്റംസ് വെച്ച് നോക്കുവാണെങ്കിൽ ഹെർപ്പസ് ആണെങ്കിൽ നമുക്ക് ബബിൾ ലീഷൻസ് ജെനിറ്റൽ ഏരിയയിൽ കാണാം. മെയിലാണെങ്കിൽ പെനിസിൽ കാണാം, ഫീമെയിൽസിലാണെങ്കിൽ വജൈനയിൽ കാണാം ബബിൾ ലീഷൻസ്. അന്നേരം തന്നെ ഡോക്ടറെ കാണിക്കുക, ട്രീറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് ദ ബെസ്റ്റ് തിങ് ടു ഡു. യു ഗോട്ട് ഇറ്റ്. സെക്കൻഡ് തിങ് നമ്മൾ കണ്ടുവരുന്നത് അരിമ്പാറ, ജെനിറ്റൽ വാർഡ്സ് വളരെ കോമൺ ആണ് ഇപ്പം. അത് നമ്മൾ കരിച്ച് കളയുക ചെയ്യുന്നത്. അത് നമ്മൾ ഡെർമറ്റോളജിസ്റ്റൊക്കെ 1-2 പ്രാവശ്യം കരിച്ച് കളഞ്ഞ് അതങ്ങ് മാറും. അതല്ലെങ്കിൽ അവർക്ക് ഇപ്പോൾ ഇവരിത് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾക്കും അത് ബുദ്ധിമുട്ടാണ്. ഈ STD എന്ന് പറയുന്നത് സെക്ഷൽ ട്രാൻസ്മിറ്റഡ് ഡിസീസസ് ഒക്കെ പണ്ടേ കാണാറുള്ളായിരുന്നു. ഇപ്പം അത് കൂടി വരുവാണ്. കാരണം ഈ ഒരു അവയർനെസ് ഇല്ലാത്തതുകൊണ്ട്. പിന്നെ കോണ്ടം യൂസേജും കുറവാണ് ഇപ്പോൾ ആൾക്കാരിൽ. യു ഗോട്ട് ഇറ്റ്. സോ ഒരു അറിയാത്ത ഒരാളുമായിട്ട് ഫിസിക്കൽ റിലേഷൻ എങ്ങനെ ചെയ്യുന്ന സമയത്ത് ദേ ഹാവ് ടു യൂസ് കോണ്ടം. ഇത് നമ്മൾ ക്ലിയർലി പറഞ്ഞതാണ്. ഐ എം നോട്ട് എഗെയിൻസ്റ്റ് ഇൻഡിവിജ്വൽ പീപ്പിൾസ് അവരുടെ പേഴ്സണൽ റിലേഷൻഷിപ്പിൽ ഞാൻ ഇൻവോൾവ്, പക്ഷേ ഐ വാണ്ട് ടു സേവ് ദ ഹ്യൂമൻ കൈൻഡ്, അല്ലേ? ഡോക്ടർ, അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഒക്കെ എന്തുകൊണ്ടാണ് ഇത്രയും കൂടുതലായിട്ട് ഇപ്പോൾ ഉള്ളത്? സൊസൈറ്റി ഹാസ് ചേഞ്ച്ഡ്. ഓക്കെ, വാട്സപ്പ്, ഫേസ്ബുക്ക് അങ്ങനെ പല മീഡിയാസ് ഉണ്ട്. പണ്ടൊക്കെ സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ അത് വളരെ ഈസിയാണ്. പിന്നെ നൗ ലിവിങ് റിലേഷൻഷിപ്പ് ആർ വെരി കോമൺ. ഓക്കെ, ആർക്കും എവിടെ വേണമെങ്കിലും പോയി താമസിക്കാം. പണ്ടൊക്കെ അതിനൊക്കെ റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു. തേർഡ് വൺ, ദ തിങ് ഈസ് ദാറ്റ് ട്രസ്റ്റ്, ഫെയ്ത്ത് അതിപ്പോൾ ഇല്ലാതായി വരുവാണ്. യു അണ്ടർസ്റ്റാൻഡ്? ദർ ഇസ് നോ ട്രസ്റ്റ്, ദർ ഇസ് നോ ഫെയ്ത്ത്. പിന്നെ കണ്ടുവരുന്നത് അബൌട്ട് ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്ന് പറയുന്നത് വുമൻ്റെ കയ്യിലും തെറ്റുകളുണ്ട്. പോസ്റ്റ് മാരേജ് അവർ കംപ്ലീറ്റ്ലി ചേഞ്ച് ആവും. They have no time for a care, all that to give their husbands. The husband comes home, she will tell, okay, pillarunda, okay. Even a good wife should have to give good love and good physical also. ഇത് രണ്ടും കൊടുക്കുന്നവരുടെ ഒരാൾ പോകണമെന്നില്ല, വെളിയിൽ വേറൊരു അഫെയറിന് പോകണമെന്നില്ല. അതുപോലെ തന്നെ ഈവൻ ഹസ്ബൻഡ്സ്, if they give proper love and proper physical, they may not go with another partner. So ഇതൊരു അണ്ടർസ്റ്റാൻഡിങ് പോകേണ്ട കാര്യമാണ് രണ്ടും. ഇത് ഇല്ല.
ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിൽ ഒരാൾ റെസ്പോൺസിബിലിറ്റി, പിള്ളേരുടെ റെസ്പോൺസിബിലിറ്റി, ഒരാൾ ജോബ് റെസ്പോൺസിബിലിറ്റി. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എവറി ഫാമിലി ദേ ഹാവ് സം ഇഷ്യൂസ്. അത് നമ്മൾ ഇരുന്ന് സംസാരിച്ച് നമ്മൾ അത് എങ്ങനെ കൈകാര്യം ചെയ്യുക, അതാണ് നമ്മൾ നോക്കേണ്ടത്. ഇറ്റ് ഈസ് ഈസി ടു ബ്രേക്ക് എ ഫാമിലി ലൈഫ്, യു ഗോട്ട് ഇറ്റ്, ബട്ട് വെരി ഡിഫിക്കൽട്ട് ടു ക്യാരി ഓൺ വിത്ത് ദ ഫാമിലി ലൈഫ്. നമുക്കിപ്പോൾ കുറേ ഏജ് ഗ്രൂപ്പിലുള്ള ഫീമെയിൽസ് ഉണ്ടല്ലോ, 20 to 25, 30+, അപ്പോൾ ഈ മോസ്റ്റ്ലി 40+ ആയിട്ടുള്ള ടുവേർഡ്സ് ഈ മെനോപോസ് ആകുമ്പോഴത്തേനും ഈ സെക്ഷുവൽ ഡിസ്ഫങ്ഷൻ നമുക്ക് ഫീൽ കുറയും. അതെ അതെ. അപ്പം അതിന് നിങ്ങൾക്ക് എന്തെങ്കിലും നമുക്ക് ഇവിടെ ഈ സ്കിൻ സെക്ടറിൽ ട്രീറ്റ്മെന്റ്സ് ഒക്കെ ഉണ്ടോ? ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റില്ലേ ഡോക്ടർ? യെസ്, അതായത് നമ്മൾ പോസ്റ്റ് മെനോപോസ് ഇപ്പോൾ എടുക്കുകയാണ്. ഓക്കെ, മെനോപോസ് കഴിഞ്ഞ ഒരു വുമൺ 45 years, അവരിൽ എന്താണ് സംഭവിക്കുന്നത്? ഇത് മിക്കവരും അതിൻ്റെ പുറകെ പോകാറില്ല. അവർ പറയുന്നത് എനിക്ക് പ്രായമായി, അല്ലെങ്കിൽ ഞാൻ കിളവിയായി. മെൻ ഒരിക്കലും കളവനെന്ന് പറയത്തില്ല, കാരണം അവരുടെ ടെസ്റ്റോസ്റ്റെറോൺ ലെവല് കുറയുമെങ്കിലും ഇറ്റ് വിൽ സ്റ്റേ വിത്ത് ദം. അപ്പം അവർക്ക് എറക്ടൈൽ ഡിസ്ഫങ്ഷൻ ട്രീറ്റ്മെൻറ്റ് കുറച്ച് പെർസെൻറ്റേജിനെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ വരത്തുള്ളൂ. ബാക്കി ദർ പൊട്ടൻസി വിൽ മെയിൻറ്റെയിൻ ഇറ്റ്. ഫീമെയിൽസിനാണ് അവർ വരാത്തതും അവരെടുക്കാത്തതും. ദേ ആർ ഡിപ്രസ്ഡ്. ഫസ്റ്റ് ഓഫ് ഓൾ ഡിപ്രഷൻ പോസ്റ്റ് മെനോപോസ്, അത് നാച്ചുറലാണ്. സെക്കൻഡ് തിങ് ഈസ് ദറ്റ് ഫിസിക്കലി, അതായത് നമ്മൾ റെഗുലറായിട്ട് ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്താൽ നമ്മുടെ ബോഡി സ്റ്റിഫാവും, നമ്മുടെ ബോഡി മസിൽസ് ഡെവലപ്പ് ചെയ്യും. അവിടെ ഏറ്റവും കൂടുതൽ വർക്കൗട്ട് ചെയ്യേണ്ട ലെഗ് മസിൽസിനാണ്. ഓക്കെ, ലെഗ് മസിൽസിന് നമ്മുടെ എന്തുകൊണ്ടാണ് വുമൺ പോസ്റ്റ് മെനോപോസ് കഴിഞ്ഞിട്ട് നമുക്ക് സെക്ഷൽ ഡിസയർ കുറയുന്നതിനുള്ള ഇതെന്ന് പറഞ്ഞാൽ ഈസ്ട്രോജൻ്റെ ലെവൽ കുറയും. സോ ആ ഈസ്ട്രോജൻ ലെവൽ കൂട്ടാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് എപ്പോഴും. എങ്ങനെയാണ് നമുക്ക് ഈസ്ട്രോജൻ ലെവൽ കൂട്ടാൻ പറ്റുന്നത്? അത് നമുക്ക് ഓറൽ ടാബ്ലറ്റ് ആയിട്ട് ഈസ്ട്രോജൻ കൊടുക്കാം. ഈവൻ വജൈനയിൽ ഈസ്ട്രോജൻ ക്രീം പുരട്ടാം. ഇതാണ് ബേസിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്. പക്ഷേ ഇതെങ്ങനെ അറിയും? നമ്മളൊരു 45 years കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഈ ഏജുള്ള ആൾക്കാർക്ക് നമ്മുടെ ഈസ്ട്രോജൻ ലെവൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം നമുക്കറിയാം ഈസ്ട്രോജൻ തെറാപ്പി വേണോ എന്നുള്ളത്. യു അണ്ടർസ്റ്റാൻഡ്? ഈസ്ട്രോജൻ പോസ്റ്റ് ഡെലിവറി കഴിഞ്ഞവർ കാണാം, എപ്പിസോട്ടമി ചെയ്തവർ കാണും. അപ്പോൾ വജൈനയിലെ സെൻസേഷൻ കുറയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആ സെൻസേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈസ്ട്രോജൻ ക്രീം യൂസ് ചെയ്യാം. യു ഗോട്ട്. പിന്നെ ഉള്ളതാണ് എങ്ങനെയാണ് നമുക്ക് മൂഡ് എലിവേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഹൗ യു ക്യാൻ ഇംപ്രൂവ് ദ മൂഡ്. ആ മൂഡ് എലിവേറ്റേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഇപ്പം മെയിൽസിന് എറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഞങ്ങൾ ട്രീറ്റ് ചെയ്യുന്നത് വയഗ്ര, അതായത് സിൽഡനാഫിൽ, അവരുടെ പെനിസിലുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുന്നു. ഓക്കെ, ഉള്ളതാണ്. ഹൗ വി ക്യാൻ ഇംപ്രൂവ് വുമൻസ് എന്നുള്ളത് ഇപ്പോഴും സ്റ്റഡീസ് നടക്കുന്നുണ്ട്. പക്ഷേ L-arginine, ദെൻ വൈറ്റമിൻ ഇ, അങ്ങനെ കുറേ മോളിക്യൂൾ അടങ്ങിയ വൈറ്റമിൻസ് ഉണ്ട്. ദാറ്റ് ക്യാൻ ഇംപ്രൂവ് ദെയർ ലിബിഡോ. ലിബിഫെൻ എന്ന് പറയുന്ന ഒരു മെഡിസിൻ കൂടെ ഉണ്ട്. ദാറ്റ് ക്യാൻ ഇംപ്രൂവ് ദെയർ. സോ ദിസ് ഈസ് ലേറ്റസ്റ്റ് ഇൻട്രൊഡ്യൂസ്. സോ ഈ 3 കാര്യങ്ങൾ, അതായത് എക്സസൈസ്, സെക്കൻഡ് ദെൻ ഈസ്ട്രോജൻ തെറാപ്പി, തേർഡ് there are added vitamins that can improve their potency. ഇതാർക്കും അറിയത്തില്ല. ഇതെല്ലാം ഹൈഡ് ചെയ്ത് വെച്ചായിരിക്കും അവർ ജീവിക്കുന്ന ഒരു ഡിപ്രഷനിൽ. രേവതി, നമ്മളുടെ നൗ ഡേയ്സിൽ നമ്മളുടെ സോഷ്യൽ മീഡിയ നമ്മൾ എത്രത്തോളം കെയർഫുൾ ആയിരിക്കണം എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എത്രത്തോളം നമ്മൾ മറ്റുള്ളവരെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റും, അതിൽ നിന്ന് പരിചയം. നമ്മൾ ലേഡീസാണ്, നമ്മൾ ഒരുപാട് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നവരാണ്. ബട്ട് എത്രത്തോളം നമ്മൾ ട്രസ്റ്റബിൾ ആണ് ആ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നമ്മൾ ചിന്തിക്കാറുണ്ടോ? ഞാൻ ചിന്തിക്കാറുണ്ട്. നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ ഡോക്ടറോട് ചോദിക്കാം. എബൌട്ട് വാട്ട് ടോപ്പിക് യു ആർ ഗോയിങ് ടു ഗോ. അതായത് ഈ മെഡിക്കൽ ടോപ്പിക് ആണെങ്കിൽ നമ്മൾ കുറേ ആൾക്കാർ അവിടെ ഇരുന്ന് പറയാറുണ്ട്, കൊളസ്ട്രോളിൻ്റെ മെഡിസിൻ കഴിക്കല്ലേ, ഇന്ന എണ്ണ തേച്ചാൽ മുടികൾക്കും, അങ്ങനെ കുറേ ഫ്രോഡ് പീപ്പിൾ ആർ ദർ. ഓക്കെ, കുറേ ഫ്രോഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ്. ദേ ആർ നോട്ട് ഡോക്ടേഴ്സ്. സോ യു വാണ്ട് ടു നോ ഹൂ ഈസ് എ ഡോക്ടർ, ജസ്റ്റ് ഗോ to the Google search, just go to the medical degree. There each doctor, even I have a degree, and there is a medical council number. So that should check. Then you should see whether he is a doctor or not. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഡോക്ടർ അല്ലാത്ത ആൾക്കാർ ജസ്റ്റ് ഡോക്ടറേറ്റ് ആണെന്ന് പറഞ്ഞാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ഞങ്ങൾക്ക് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി. ഇപ്പം നോ ഓയിൽ ക്യാൻ ഗ്രോ ഹെയർ, ഇന്ന എണ്ണ തേച്ച മുടികൾക്കും ഞങ്ങളുടെ മെഡിസിൻ മിനോക്സിലിൽ കുഴപ്പമുണ്ട്, അങ്ങനെ ഞങ്ങളുടെ മെഡിസിൻസുകൾ പലതും കൊള്ളത്തില്ല എന്നുള്ളത്. ഇപ്പോൾ എൻ്റെ മദർ വരെ ജീവിച്ചിരുന്ന സമയത്ത് കൊളസ്ട്രോളിൻ്റെ മെഡിസിൻ ഇടയ്ക്ക് നിർത്തി. ഷീ ടോൾഡ് നോ, ഞാൻ ഓൺലൈനിൽ കണ്ടു, ഇന്ന പുള്ളി പറഞ്ഞു കൊളസ്ട്രോളിൻ്റെ മെഡിസിൻ കഴിക്കണ്ട എന്നുള്ളത്. സോ
People has to have faith with modern medicine, has to have faith with the doctors, and then they take the treatment. That's all. There is nothing above modern medicine. ഡോക്ടർ, അതേപോലെ നമ്മുടെ എന്താ പറയുക, ഒത്തിരി ഫ്രോഡ്ലൻസ് ഉണ്ട്. മാട്രിമോണീസ് ആയാലും ഡേറ്റിംഗ് ആപ്സ് ആയാലും അതിൽ ഒത്തിരി ആൾക്കാർ പെട്ടുപോയി ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട്. അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? അതിന് ഇപ്പം ഒരു ചിൽഡ്രൻസ് ആണെങ്കിൽ, അതായത് ഒരു 18 years താഴെയാണെങ്കിൽ പേരൻസ് ഹാസ് ടു ഗൈഡ് ദം, പേരൻസ് ഹാവ് ടു ഹാവ് ലുക്ക് ഓൺ ദം. യു അണ്ടർസ്റ്റുഡ്, യു നോ, യു ഹാവ് ടു ബി വെരി ഫ്രണ്ട്ലി വിത്ത് ദം. അവർ നമ്മളെ ഫ്രണ്ട്ലി ആയിട്ട് ഇത് എന്നെ ആളുമായിട്ട് ചാറ്റ് ചെയ്തു എന്നുള്ള ആ ഒരു ഫിയർ കാണില്ല. ആ ഫിയർ ആകുമ്പോഴാണ് അവർ ഒളിക്കുന്നത്. അപ്പം ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ചിൽഡ്രൻസിന് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വോണ്ട് ഹാപ്പൻ. ദേ വിൽ ടെൽ ടു അസ്, വി ക്യാൻ ഗൈഡ് ദം. എബോവ് 18, ഓക്കെ. സോ ഒരു മാരേജ് പ്രപ്പോസൽ എസ്പെഷ്യലി വരുവാണ്. ഇപ്പം മാരേജ് പ്രപ്പോസൽ ചെയ്യുന്നതിൽ നമ്മൾ ഭയങ്കര ഫ്രീ ആയിട്ടാണ് വരുന്നത്. വി ഹാവ് ടു ഹാവ് കൺട്രോൾ ഓൺ ദം. അവർ സംസാരിക്കുന്നത് എന്തുവാണ് ഏതാണ്. കാരണം എസ്പെഷ്യലി സം ഫ്യൂ പീപ്പിൾ ആർ ടാർഗറ്റിംഗ് ഓൺ ഡിവോഴ്സീസ്, സിംഗിൾ ലേഡീസ്, ഓൾ ദാറ്റ്. സോ ദാറ്റ് ഇറ്റ്സ് ഈസി. അവരുടെ ഒരു സെക്ഷൽ പ്ലഷറിന് വേണ്ടി അവരെ യൂസ് ചെയ്യുന്ന ആ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടാകുന്നുണ്ട്. അത് നമ്മൾ അനുവദിക്കരുത്. വി ഹാവ് ടു ഹാവ് എ സ്ട്രിക്റ്റ് കൺട്രോൾ ഓൺ ദാറ്റ്. നമ്മൾ തന്നെ വിചാരിക്കണം, അത് പേരൻസ് വിചാരിക്കണം. പിന്നെ ഇതൊക്കെ കൊടുക്കുന്ന ആൾക്കാരും കൂടെയും നമുക്ക് എപ്പോഴും ഓർത്തോണം, ബി കെയർഫുൾ. ആ ഒരു വേർഡ് എപ്പോഴും ഇതിലിറങ്ങുന്നതിന് മുമ്പ് ഓർത്തോണം. ഈവൻ ചാറ്റിങ്ങിലായാലും സോഷ്യൽ മീഡിയ വി കാൻ ട്രസ്റ്റ്. യെസ്, വെരി കെയർഫുൾ. It's a takeaway message for everybody. When they enter social media, a strange man tell hello, or a strange girl tell hello, you have to be careful. That's all. Individual person character differs. Our friend name and our platform I can use it, but they have to be careful. They should not be into danger after that. So many things. After everything, blackmailing for money, blackmailing for സെക്സ്, ഇത് വളരെ കോമൺ ആണ് ഈ ഒരു ഇപ്പോഴത്തെ ഫ്ലാറ്റ്. സോ വി ഹാവ് ടു ബി കെയർഫുൾ. എസ്പെഷ്യലി അണ്ടർ 18 നമ്മുടെ അണ്ടറിൽ കൺട്രോൾ വേണം. ഒരു 18 കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്. എന്നാലും പേരൻസ് ഷുഡ് ബി ലൈക്ക് എ ഫ്രണ്ട്, സോ ദാറ്റ് ഇറ്റ്സ് ഈസി. എ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഷുഡ് ബി ലൈക്ക് എ വെരി ഫ്രണ്ട്, സോ ദാറ്റ് the life it will be very successful. I feel the takeaway message. Today is a wonderful talk. നമ്മൾ മെൻസിൻ ആൻഡ് വിമൻസിനെ പറ്റി കുറേ സംസാരിച്ചു. പോസ്റ്റ് മെനോപോസൽ ആൻഡ് STD, സെക്ഷൽ ട്രാൻസ്മിറ്റഡ് ഡിസീസസ്, ആൻഡ് ഫ്രോഡ് ഡോക്ടേഴ്സിനെ പറ്റി നമ്മൾ എങ്ങനെ അവയർനാവാം, പിന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എങ്ങനെ നമ്മൾ വിമൻസ് ഹാൻഡിൽ ചെയ്യാം. ഇറ്റ്സ് എ ഗ്രേറ്റ് മെസ്സേജസ് ആൻഡ് താങ്ക് യു ഫോർ ദാറ്റ്. Thank you so much. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.